എല്ലാവർക്കും MSലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കസിൻസും കാര്യങ്ങളെല്ലാം ആണ് ഒരു ആലപ്പുഴ ബോട്ടിങ്ങിന് പോകണം. ഇന്നാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ വീഡിയോയ്ക്കകത്ത് ഓരോന്നാണ് കാണിക്കാം. ഇനി നേരെ അപ്പയുടെ അങ്ങ് പോയിട്ട് അപ്പയുടെ മകനെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ ഓരോ കാഴ്ചകളായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. സമയം കാര്യങ്ങളായി 7:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറങ്ങട്ടെ കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഉള്ള ഓരോ കാഴ്ചകളായിട്ട് വീഡിയോയ്ക്കകത്തും കാര്യങ്ങളും കാണിക്കാം. അങ്ങനെ ആലപ്പുഴയിലെത്തി ബോട്ടിനകത്ത് കയറി കേട്ടോ. നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് ഈ ബോട്ടല്ലായിരുന്നു, വേറെ ഒരു ബോട്ടായിരുന്നു. അന്നത്തെ എല്ലാവരുടെയും ഡേറ്റും കാര്യങ്ങളും നോക്കിയപ്പോൾ കസിൻസ് ഒരു ചേട്ടൻ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് ആ യാത്ര മാറ്റി വെച്ചിട്ടാണ് ഞായറാഴ്ചത്തേക്ക് ഇതാക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ബോട്ട് വേറെ ആയിരുന്നു. നമുക്കിനി എന്നാൽ യാത്രയും കാര്യങ്ങളും തുടങ്ങിയാലോ. ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളും കാണാം. നമുക്കൊരു ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു 20 രൂപ 30 രൂപ റേഞ്ചാണ് ഒരു ദിവസത്തേക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളും എടുക്കുന്നതിന്. അതിനകത്ത് ഫുഡ് കാര്യങ്ങളും എല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമ്മളിതുവരെ ഹൗസ് ബോട്ടും കാര്യങ്ങളും അങ്ങനെ കയറിയിട്ടില്ല. കയറുവാണെങ്കിൽ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൗസ് ബോട്ട് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇവിടെ വെച്ചാണ് ഹൗസ് ബോട്ടിൻ്റെ എൻട്രി ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഫ്രണ്ടിലൊരു ഷെഡും കാര്യങ്ങളുണ്ട്, അവിടെ നിന്നാണ് കയറുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റോടെ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളും കിടക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടൊക്കെ കണ്ടിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചേട്ടനോട് ആദ്യമേ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ കയറിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. കാര്യം കയറി ടൈമിൽ ആയതുകൊണ്ട് വേണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, നമ്മൾ കയറി അങ്ങോട്ട് വന്നേ ഉള്ളല്ലോ എന്ന്. നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ തന്നെ സ്പീഡ് ബോട്ട് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യും കേട്ടോ. അവിടെ ഇട്ട് കറക്കുന്ന കാണുമ്പോൾ നമുക്കും തോന്നുമ്പോൾ ഒന്ന് കയറി ഒന്ന് കാണാൻ തോന്നും. അതെല്ലാവരും ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം തന്നെ. ഇന്നെന്തായാലും നമുക്കൊരു സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരാൾക്ക് വരുന്ന പൈസയും കാര്യങ്ങളും
നമുക്ക് ചോദിച്ചിട്ട് പറയാം. അപ്പം ബാക്കിയുള്ള ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് പോകാം. അങ്ങനെ ചേട്ടൻ അത് പറഞ്ഞ് നമുക്ക് പിന്നെ വരാമെന്ന്. അപ്പം ചേട്ടൻ ചെറിയൊരു രീതിയിൽ അഡ്വഞ്ചറും കാര്യങ്ങളും കാണിച്ചു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ ക്യാൻവാസ് ആകും ഒറിജിനലായിട്ട്. നമുക്കൊന്ന് കയറണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നും. ചേട്ടനോട് പറഞ്ഞ് പോയിട്ട് വരാം, എന്തായാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞ്. ചിലപ്പോൾ ഈ ചേട്ടനെ തന്നെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ വേറെ ഒരു ചേട്ടനായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രകളും കാര്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. സിംഗിളും ഡബിളും ആയിട്ടുള്ള ഹൗസ് ബോട്ടും കാര്യങ്ങളും കിടക്കുന്നത് കാണാം. നല്ല അടിപൊളിയാണ്. ഇതെല്ലാം ഇങ്ങനെ വിശാലമായിട്ട് രീതിയിൽ കിടക്കുന്നത് കാണാൻ കിട്ടും. പിന്നീട് ഒരു കാര്യം, നമ്മുടെ പുതിയൊരു ആലപ്പുഴയ്ക്ക് ഒരു പാലം വരുന്നതെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ പാലമാണ് വരുന്നത്. വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ഫുള്ളൊരു കാഴ്ചയും കാര്യങ്ങളും നമുക്ക് കാണാം. പാലത്തിൻ്റെ നല്ലൊരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ എന്തോ ആണ് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. അത് അറിയാവുന്നവരൊന്ന് നല്ല രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ തെറ്റായിരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഒന്ന് അറിയാവുന്നവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കൊരു കാഴ്ചകൾ കണ്ട് ബാക്കി മുന്നോട്ട് ഓരോ യാത്രകളായിട്ട് പോകാം.
ഹൗസ് ബോട്ടിൻ്റെ അടുത്തൂടെ പുറകെ കുതിച്ചു പാഞ്ഞ് വരുന്നതാണ് നമ്മുടെ സർക്കാർ ജങ്കാറാണ് കേട്ടോ. ഇവിടെയുള്ളവർക്ക് യാത്ര ചെയ്യാനും എറണാകുളത്തോട്ടൊക്കെ യാത്ര ചെയ്യാനും സർക്കാർ ജങ്കാർ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യാത്രകൾ ചെയ്യാൻ പോലെ ഇതേപോലെ നമ്മുടെ ഹൗസ് ബോട്ട് എടുക്കുന്നത് പോലെ തന്നെ യാത്ര ചെയ്യാനും കുറേ ആൾക്കാർ വെളിയിൽ നിന്നും വരാറുണ്ട്. സർക്കാർ റേറ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു മുകളിൽ ഇരിക്കുന്നതിനും താഴെ ഇരിക്കുന്നതിനും സെപ്പറേറ്റ് പ്രൈസാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു മുകളിൽ 60 സംതിങ് കണ്ടാണ്. പിന്നെ ഓരോ സ്റ്റോപ്പ് അനുസരിച്ച് വരും എത്ര രൂപയാണെന്നുള്ളത്. നമുക്ക് സൈഡിലൊക്കെ പോകുമ്പം ഓരോ ഷെഡും കാര്യങ്ങളും കാണാം. നമ്മുടെ ബസ് ഷെഡ് പോലെ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ ജങ്കാറിന് ഓരോ ഷെഡും കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്തും കണ്ട ഒരു ഷെഡുണ്ട് ഇപ്പോൾ തന്നെ. അതാണ് ഇത് നമ്മുടെ അത് ഇല്ല കാണുന്നതൊക്കെ ഓരോ ജങ്കാറിൻ്റെ ഷെഡും കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ആ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കാണുന്നത് നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. ചേട്ടനെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വന്നായിരിക്കും ചോദിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യാത്ര ചെയ്യാൻ വരാറുമുണ്ട് നമ്മുടെ ഇതേപോലെയുള്ള സർക്കാർ ജങ്കാറിനകത്തും കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ സ്റ്റോപ്പിൽ നിന്ന് ആളെ ഇറക്കിയിട്ടും ആളെ കയറ്റിയിട്ടുമാണ് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ജങ്കാറും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. സെറ്റാണ്. പിന്നെ രാത്രിയിലൊക്കെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവിടെയാണ് കേട്ടോ. രാത്രി സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് എൻ്റെ ഇതുകൊണ്ടൊരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് ചിലവ് ഇങ്ങോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി അവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. അടുത്ത സ്പീഡ് ബോട്ട് എത്തി കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ സ്പീഡ് ബോട്ടും കാര്യങ്ങളും എത്താൻ ചാൻസ് കൂടുതലാണെന്ന്. നമുക്ക് നോക്കാം. എന്തായാലും ഒന്ന് കയറാനുള്ള ഒരു പരിപാടി ഉണ്ട് ഇന്നത്തെ യാത്രയിൽ. അപ്പോൾ എന്തായാലും വന്ന് ചോദിക്കാൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പീഡ് ബോട്ടിലെ ചേട്ടൻ വന്ന് നിന്നായിരുന്നു കേട്ടോ. ഒരാൾക്ക് റേറ്റും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ചാൽ 300 രൂപയാണ് ഒരു പേഴ്സൺ. നമ്മൾ പിന്നെ മലയാളികളായിട്ട് ഡിസ്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അതിങ്ങനെ പറ്റത്തില്ല. നമ്മൾ യൂണിയൻ ബേസ് ഇങ്ങനെ ഓടുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു റേറ്റാണ്. അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു പേഴ്സണ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങനെ വന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ കറക്കി ഇത്ര കിലോമീറ്റർ ഇത്ര മിനിറ്റാണ് പറയുന്നത്. 10 മിനിറ്റാണ് വരുന്നത് കേട്ടോ. സംതിങ് ഇത്ര കിലോമീറ്ററാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ചിലർക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെയുള്ള ചേച്ചിമാർക്കൊക്കെ പേടിയുണ്ട്. ചേട്ടന്മാർക്ക് അത്ര പേടിയില്ല, ചേച്ചിമാർക്ക് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഒരു ഡെമോയും കാര്യങ്ങളും ചെയ്യാൻ ചേട്ടൻ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം ചേട്ടൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഡെമോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ചേട്ടന് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ ഡെമോയ്ക്ക് പോകാമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡെമോയ്ക്ക് കയറാൻ പോകാം കേട്ടോ. അങ്ങനെ ചേട്ടൻ തൊണ്ട് ചാടിപ്പറിച്ച് ഡെമോയ്ക്ക് കയറി. ഇപ്പോൾ അറിയാം എൻ്റെ അമ്മേ ഞാൻ ചത്തേ എന്നും പറഞ്ഞ് വരുമോ നോക്കാം. ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാര്യം ഇത്രയും നാൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറന്നൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീ കൊണ്ടുപോകുന്നു എൻ്റെ ചേട്ടനെ എന്താണെന്ന് കണ്ടറിയാം. ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ പേടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു ഡെമോ ഒക്കെ തന്നത്. അപ്പം ചേട്ടന്മാർ ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കയറി. ഇനി നമുക്കൊന്ന് സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാം.
ചേട്ടായാണ് അതിൻ്റെ കപ്പിത്താൻ കേട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സ്പീഡ് ബോട്ട് കയറുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവരും പേടിയും കാര്യങ്ങളും കയറി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എടുത്ത് തന്നെ പറയണം, നമ്മൾ ആലപ്പുഴയിലൊക്കെ വരുവാണെങ്കിൽ ഒരു തവണ വിസിറ്റ് ചെയ്ത് നമ്മൾ പോകണം സ്പീഡ് ബോട്ടിനകത്ത്. പിന്നെ പാതിരാമണലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിന് നല്ലൊരു എമൗണ്ട് ആകും, 10 രൂപയ്ക്ക് അടുത്താവുമെന്നാണ് പറഞ്ഞത് തോന്നുന്നു. കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം അങ്ങനെ സ്പീഡ് ബോട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ വെള്ളം കയറുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മിക്കുള്ളതെല്ലാം കെട്ടി വെക്കുന്നത് ഒക്കെ കേട്ടോ. നമുക്കിവിടെ നിന്ന് തോന്നും നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഇതാണ് അതാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ജീവിക്കുന്നവർക്കറിയാം ഇവിടെ ജീവിക്കുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം. താറാൻ കുഞ്ഞും കാര്യങ്ങളും തൊട്ടപ്പുറത്ത് വയലും കാര്യങ്ങളുമാണ് കാണുന്നത്. ഇത് നമ്മുടെ ജങ്കാറും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സ്റ്റോപ്പും കാര്യങ്ങളും. ഇത് കാണുന്നത് ഓപ്പോസിറ്റുള്ളതും വയൽ കാഴ്ചയാണ് കേട്ടോ. ഇപ്പം വെള്ളം കയറി കിടക്കുന്ന സമയം കൊണ്ടാണ് വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കേട്ടോ. ബാക്കി ഓരോ കാഴ്ചകളായിട്ട് മുന്നോട്ട് പോകാം യാത്രകൾ.